സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന കണ്ടിട്ടുള്ള ഒരു തൈലാണ് നാൽപ്പാമരാതി കേര തൈലം. ഇതിനൊരു മഞ്ഞ കളറുണ്ട്. ആ ഒരു മഞ്ഞ കളറുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഇത് മുഖം ഒന്ന് ഗ്ലോ ആവാനും ഒന്ന് വെളുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല റിസൾട്ട് ഉള്ള ഒരു തൈലാണ്. എന്നാൽ അതിന് ഈ ഒരു ബെനിഫിറ്റ് മാത്രമല്ല, അതിന്റെ പുറമെ വേറെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതാണ് ഇന്നത്തെ ഈ വീഡിയോ. നമസ്കാരം, നല്ലയിൽ ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ. ഈ നാൽപ്പാമരാതി തൈലം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പാമരത്തിന്റെ തൊലി തന്നെയാണ്. പിന്നെ അതിൽ കുറേ വർണ്ണിയായിട്ടുള്ള മരുന്നുകൾ ചേർക്കും. വർണ്ണി എന്ന് പറയണമെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ള ഗുണം ചെയ്യുന്ന മരുന്നുകളെയാണ് വർണ്ണ്യം എന്ന് പറയുക. മഞ്ഞൾ, രാമച്ചം, അത് ചന്ദനം, ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള മരുന്നുകളാണ്. ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ നാൽപ്പാമരാതി കേര തൈലം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ തേച്ച് നന്നായി അബ്സോർബ് ചെയ്തതിനു ശേഷം കുളിക്കുന്ന ആളുകൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് നിറം കൂടാനും അല്ലെങ്കിൽ ആ കറുത്ത പാടുകൾ, മുഖത്ത് കുരുവിന്റെ പാടുകളും അങ്ങനത്തെയൊക്കെ മാറാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. എന്നാൽ അത് മാത്രമല്ല ഇതിന്റെ ഗുണങ്ങളുള്ളത്. ഇതൊരു ചികിത്സയുടെ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കുരുകൾക്ക്, അതായത് പെട്ടെന്ന് ചൊറിയുന്ന ഭയങ്കര ചൊറിച്ചിലുള്ള കുരു, വിട്ടുമാറാത്ത ഒരു അലർജി പോലത്തെ ചൊറികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നാൽപ്പാമരാതി കേര കൊടുക്കാറുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ തൊലിക്ക് നല്ല ചൊറിച്ചിലുണ്ട്, അതേപോലെ രക്തദൂഷ്യം കൊണ്ട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുരുവൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു നാൽപ്പാമരത്തിന്റെ മഞ്ഞളും ചന്ദനമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ബെനിഫിഷ്യലാണ് അത് തേച്ച് കുളിക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക് ഇത് വളരെ നല്ലതാണ്. നല്ല ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നാൽപ്പാമരാതി കേര തൈലം കൊണ്ട് നമുക്ക് കുളിപ്പിക്കാം തേച്ച്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം നല്ല രീതിയിൽ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ തൊട്ട് ഒരു 45 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ ശരിയായിട്ട് രീതിയിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മൈൽഡ് ആയിട്ടുള്ള സോപ്പോ അല്ലെങ്കിൽ കടലപ്പൊടിയോ ചെറുപയറുപൊടിയോ തേച്ച് കുളിപ്പിക്കുന്നതായിരിക്കും ഉത്തമം. മറ്റു ഗുണങ്ങൾ എന്താണെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിൽ അല്ലെങ്കിൽ കക്ഷത്ത്, തുടയിലൊക്കെ കറുത്ത പാടുകളുള്ള ആളുകളുണ്ടാവും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ഇത് ഡെയിലി തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. ആ ഒരു കളർ ഫെയ്ഡ് ആവാനും നല്ലൊരു ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഈ പ്രസവിച്ചു കഴിഞ്ഞാലുള്ള സ്ട്രെച്ച് മാർക്കൊക്കെ കുറയണമെങ്കിൽ ഈ ഒരു തൈലം ഉപയോഗിച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്.